ശുക്രൻ 12-ൽ നിന്നുള്ള ഫലങ്ങളാണ് ഈ പറയുന്നത്. അപ്പോൾ നമ്മൾ 12-ാം ഭാവത്തിന്റെ കാരകത്വങ്ങളെ കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട്, അതും നോക്കണം. ശുക്രന്റെ കാരകത്വങ്ങളെ കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട്, അതും നോക്കണം. എന്നിട്ട് അത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് വെച്ച് വേണം നമ്മൾ പറയാൻ. അപ്പോൾ 12-ാം ഭാവം എന്ന് പറഞ്ഞാൽ എളുപ്പം പറയുവാണെങ്കിൽ രഹസ്യങ്ങളുടെ ഭാവമാണ്. നമ്മുടെ ലഗ്നം എന്ന് പറയുന്നത് നമ്മളാണെങ്കിൽ നമ്മുടെ ആ അവസാന ഭാഗം, ഒരു ദിവസത്തിൽ പോലും അങ്ങനെയാണ്. അതായത് മോക്ഷഭാവമാണ് 12-ാം ഭാവം. പിന്നെ നമ്മുടെ ഭയങ്ങള്, നമ്മുടെ അബോധ മനസ്സ്, നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന സ്ഥലങ്ങളില്ലേ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ, അതായത് ജയില് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ, നമ്മൾ അതായത് പ്രഭാതത്തിന് മുന്നേയുള്ള ഇരുട്ട്. ഉദയരാശിയല്ലേ ലഗ്നരാശി, അപ്പോൾ അസ്തമയ രാശിയാണ് 7-ാം ഭാവത്തിനെയാണ് പറയുന്നത്. അതായത് ഇരുട്ട്, ആ ഉദയത്തിന് തൊട്ട് മുമ്പുള്ള ഇരുട്ടാണ് ഈ 12-ാം ഭാവം. ഇതെല്ലാം മനസ്സിൽ വെച്ചിട്ട് വേണം പറയാൻ. അങ്ങനെ ശുക്രന്റെ കാരകത്വങ്ങൾ പറയുകയാണെങ്കിൽ അതൊരു ഏറ്റവും പ്രധാനം, അത് സ്ത്രീത്വം കൂടുതലുള്ള ഒരു ഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നത്. ശുക്രാചാര്യർ അസുര ഗുരുവാണ്, അതും നമ്മൾ മനസ്സിൽ വെച്ചിരിക്കണം. അപ്പോൾ ഇത് നമ്മുടെ ലാഭങ്ങളുടെ ഒരു ഗ്രഹമാണ്. നമ്മുടെ ഐശ്വര്യം എത്രയാണ് നിശ്ചയിക്കുന്നത് ശുക്രനാണ്. പിന്നെ വിവാഹം, നമുക്ക് കിട്ടുന്ന നല്ല നല്ല വസ്ത്രങ്ങള്, നമുക്ക് കിട്ടുന്ന സുഖ സൗകര്യങ്ങള്, എല്ലാ ലൗകിക സുഖങ്ങളും, പിന്നെ ആകർഷണ ശക്തി. പുരുഷന്മാർക്കാണെങ്കിൽ ഭാര്യ, പിന്നെ പൂക്കള്, പിന്നെ ഈ പേള്, അതൊക്കെ അതിന്റെ കാരകത്വങ്ങൾ ഒരുപാട് കൊടുത്തിട്ടുണ്ടാകും. നോക്കണം, എല്ലാം പറയുവാണെങ്കിൽ വീഡിയോ വലുതായി പോകുമേ. എന്നിട്ട് പിന്നെ നമ്മൾ ഈ ഇങ്ങനെ ഫലം പറയുമ്പോൾ ചെക്ക് ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇത് നമുക്ക് ശുഭഗ്രഹമായിട്ട് വരുമോ അശുഭഗ്രഹമായിട്ട് വരുമോ, അതായത് ഇതിന്റെ ബലം അനുസരിച്ച് ബലക്കുറവാണോ ബല കൂടുതലാണോ, ഇതിനെന്തെങ്കിലും മറ്റ് ഗ്രഹങ്ങളുടെ പ്രഭാവമുണ്ടോ, ദൃഷ്ടിയുണ്ടോ, അതൊക്കെ നോക്കണം. പിന്നെ ഡിഗ്രി ബലം എത്രയുണ്ടെന്ന് നോക്കണം. പിന്നെ വേറെ അല്ലാതെ ഈ ഏത് ഭാവത്തിൻ്റെയൊക്കെ അധിപനാണെന്ന് നോക്കണം. പിന്നാണെങ്കിൽ മൗഢ്യത്തിലാണോ നോക്കണം. ഗ്രഹയുദ്ധം അതൊക്കെ ഇല്ലേ, അതൊക്കെ നോക്കണം. അത് ശുക്രൻ അത്രയും ബാധകമാണോ അല്ല. പിന്നെ 12-ാം ഭാവത്തിന്റെ ഡിഗ്നിറ്റി നമ്മൾ നോക്കണം. 12-ാം ഭാവം ഏത് രാശിയിൽ വരുന്നു, ആ രാശിയുടെ അധിപൻ എവിടെ പോകുന്നു, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ട് വേണം ഈ പറയുന്നതെല്ലാം ചിന്തിക്കാൻ. എങ്കിലും ഒരു പൊതുവായിട്ടുള്ള ഫലമാണ് ഈ പറയുന്നത്. ഇത് ഇങ്ങനെ വരുന്നോണ്ട് ഒന്നോ രണ്ടോ ജാതകങ്ങൾ നോക്കിയിട്ട് ഇതൊന്നും ഒത്തു വരുന്നില്ല, അതുകൊണ്ട് ജ്യോതിഷം മൊത്തം തെറ്റാണ് അങ്ങനെയൊന്നും പറഞ്ഞേക്കല്ലേ. ഇത്രയും കാര്യങ്ങൾ ചിന്തിച്ചേച്ച് വേണം നമ്മൾ ഈ ഫലങ്ങൾ പറയാൻ. എന്നാലും പൊതുഫലം എനിക്കറിയാവുന്ന കുറേ പേർക്കൊക്കെ ഇതുപോലെ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ്. പക്ഷേ ചില ഗ്രഹങ്ങൾ ഇപ്പോൾ ശുക്രൻ 12-ൽ നിന്ന് അവർ മോശ സ്വഭാവമായി പോവും, അങ്ങനെയൊന്നും പറയരുത്. അത് വളരെ തെറ്റാണ്. അങ്ങനെ ചില ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ മഹാ തെറ്റാണ്. പിന്നെ ഒരു ഗ്രഹം മാത്രമേ ഈ 12-ാം ഭാവത്തിൽ കുറച്ചെങ്കിലും നല്ലതായിട്ടുള്ളൂ, അത് ശുക്രനാണ്. അത് നമ്മൾ ചിന്തിക്കണം. ഇവരുടെ മനസ്സിനൊരു ചഞ്ചലത്വം കാണും എത്രയൊക്കെ ആയാലും. ഇപ്പോൾ ഒരു തരം പേടി, ഇങ്ങനെയുള്ള പേരൻസിനെയൊക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്, ഇവർക്ക് സ്വന്തം കുഞ്ഞുങ്ങളെ അങ്ങ് ദൂരോട്ട് വിടാനൊക്കെ ഭയം, എപ്പോഴും അവർക്ക് ഒരു ഓവർ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന പോലെ തോന്നുക, പിന്നെ എല്ലാ കാര്യത്തിലും കയറി ഇടപെടുക, അങ്ങനെ ഓവറായിട്ട് അങ്ങ് സ്നേഹിക്കുക, ഓവറായിട്ട് അവരുടെ കാര്യങ്ങളിൽ ഇടപെടുക, എല്ലാം തന്നെത്താനെ ചെയ്തു കൊടുക്കുക. അതുപോലെ അങ്ങനെ പങ്കാളിയുടെ കാര്യത്തിലായാലും ഇങ്ങനെയൊക്കെ ചെയ്യുക, അവരുടെ എല്ലാ ആവശ്യങ്ങളും കണ്ടറിഞ്ഞ് അതെല്ലാം ചെയ്തു കൊടുക്കുക, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഇവർ ഭയങ്കര ഇമോഷണൽ ആയിരിക്കും. അതുപോലെ പ്രേമബന്ധത്തിലൊക്കെ ചെന്ന് ചാടുകയാണെങ്കിൽ ഇങ്ങനെ ഒരു കുഴപ്പം വരാം. എന്താണെന്ന് വെച്ചാൽ ഇവർ അങ്ങ് വിശ്വസിക്കും ചിലപ്പോൾ ഇവരുടെ ചോയ്സ് വളരെ തെറ്റായിട്ടുള്ള തിരഞ്ഞെടുപ്പായി ആനുള്ള സാധ്യത വളരെ അധികമാണ്. അത് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ പെടുകയാണെങ്കിൽ, എല്ലാവരും എന്നല്ലേ പറയുന്നത്, അങ്ങനെയും ചിന്തിക്കണം. പിന്നെ ഇവരെ ഒരു മധ്യവയസ്സ് അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടായിരിക്കും എല്ലാവരും ബഹുമാനിക്കാൻ തുടങ്ങുക. അതുവരെ ഇവർക്ക് വളരെയധികം പ്രതിസന്ധികളൊക്കെ നേരിടേണ്ടി വരുന്നവരുണ്ട്. പ്രത്യേകിച്ചും ഈ ഫലങ്ങൾ ഒരു 36 വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് കൂടുതലും പ്രാബല്യത്തിൽ വരിക. അല്ല, അതിനു മുമ്പ് വന്നവരെ അറിയാം. ധനപരമായിട്ടും മാനസികമായിട്ടും ഒക്കെ ഒരുപാട് പ്രയാസങ്ങൾ ഇവരുടെ ചെറുപ്പകാലത്ത് അനുഭവിക്കേണ്ടതായിട്ട് വന്നേക്കാം. അതായത് വീട്ടിൽ നിന്നും വേണ്ടത്ര സ്നേഹം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആ ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നങ്ങളും. ചിലർക്കാണെങ്കിൽ പെട്ടെന്ന് പ്രശസ്തിയൊക്കെ കിട്ടുന്ന, അങ്ങനെയുള്ള ചില കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് പ്രശസ്തി കിട്ടുന്നില്ലേ, അങ്ങനെയും ചിലപ്പോൾ ഇങ്ങനെ ഈ 12-ൽ ശുക്രൻ നിൽക്കുന്നവർക്ക് വരാം. ഇവരുടെ കണ്ണുകളൊക്കെ വളരെ പ്രത്യേകതയുള്ളതായിരിക്കും. പക്ഷേ കണ്ണിന് അസുഖവും
വരാം. അതുപോലെ ശത്രുക്കളുടെ മേൽ വിജയം മിക്കവർക്കും കിട്ടും. അതായത് ശത്രുക്കളായിട്ട് നമ്മൾ ചെന്നാൽ അവർക്കായിരിക്കും മിക്കവാറും വിജയം. പിന്നെ ഇവർക്ക് നല്ല ഇമാജിനേഷൻ പവർ ഉള്ളതുകൊണ്ട് നല്ല റൈറ്റേഴ്സും ഒക്കെ ആവാം. അതുപോലെ ഈ ഡയറക്ടർമാരൊക്കെ ഇല്ലേ, അങ്ങനെയൊക്കെ ആവാം. പിന്നെ നല്ല ഇമാജിനേഷൻ വേണ്ടുന്ന എല്ലാ വർക്കുകളും ഇവർക്ക് വളരെയധികം നല്ലതാണ്. ഈ 12 നിൽക്കുന്ന ഗ്രഹങ്ങൾ 6-ാം ഭാവത്തിനെ ദൃഷ്ടി ചെയ്യും. അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കണം. അപ്പോൾ തടസ്സങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അതിൽ സഹായിക്കാനൊരു താല്പര്യം ഇവർക്ക് കാണാം. നല്ല കൗൺസിലിംഗ് ഒക്കെ കൊടുക്കാൻ ഇവർക്ക് കഴിയും. കൂടുതലും പെൺമക്കളായിരിക്കും ഉണ്ടാവുക. അതുപോലെ ചെറുപ്പത്തിലൊക്കെ നല്ല അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നല്ല മെലിഞ്ഞവരായിരിക്കും. ചിലർ എപ്പോഴും വണ്ണമുള്ളവരായിരിക്കത്തില്ല, ഇവര് നല്ല മെലിഞ്ഞവരായിരിക്കും. വണ്ണം കിട്ടണം അങ്ങനെയൊക്കെയുള്ള ആഗ്രഹമുള്ളവരായിരിക്കും. അങ്ങനെ പിന്നെ ഈഗോ പ്രോബ്ലംസ് വളരെയധികം കൂടുതലായിരിക്കും ഇവർക്ക്. അതുകൊണ്ടുള്ള പ്രശ്നങ്ങളും ഉണ്ട്. അതായത് മറ്റുള്ളവരുടെ മുന്നിൽ താഴരുത്, അങ്ങനെ ഒരു ചിന്താഗതി. എപ്പോഴും സുഖസൗകര്യങ്ങളിലേക്ക് വളരെയധികം താല്പര്യം കാണും. വീടൊക്കെ മൂടി പിടിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ വളരെയധികം താല്പര്യം കാണും. എപ്പോഴും സമ്പാദിക്കണം അങ്ങനെ ഒരു വിചാരമായിരിക്കും കൂടുതലും. പക്ഷെ അറിയാതെ ഇവരുടെ കയ്യിൽ നിന്നും പണം ചെലവാകും. ചെലവിന്റെ സ്ഥാനമല്ലേ ഈ 12. അതുകൊണ്ട് തന്നെ പിന്നെ കിഡ്നി പ്രോബ്ലം, കണ്ണ് പ്രോബ്ലം അതൊക്കെ വരാതെ ഒന്ന് സൂക്ഷിച്ചോളണേ. നമ്മുടെ ആരോഗ്യം നല്ലതുപോലെ സൂക്ഷിച്ചാൽ മതി. അങ്ങനെ പിന്നെ ഡയബറ്റിക് പ്രോബ്ലംസ് അങ്ങനെ വരാതെ ഒന്ന് സൂക്ഷിക്കണം. പലർക്കും ഈ ഫോറിൻ കമ്പനികളിൽ നിന്ന് അല്ലെങ്കിൽ ഫോറിനിൽ നിന്നൊക്കെ ധനം കിട്ടാനുള്ള ഈ എക്സ്പോർട്ട് ഇമ്പോർട്ട് അങ്ങനെയൊക്കെയുള്ള ധനം കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ പണം മുടക്കുന്നതിന് മുമ്പ് നല്ലതുപോലെ ജാതകമൊക്കെ നോക്കിച്ചു വേണം മുടക്കാനും. അതുപോലെ ഭൂമി സംബന്ധമായിട്ടും ഒക്കെ നല്ലത് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പങ്കാളിയിൽ നിന്ന് ഇവർ വളരെയധികം പ്രതീക്ഷിക്കും, പക്ഷെ അത്രയും കിട്ടണമെന്നില്ല. അപ്പോൾ ഇവർ പങ്കാളിയോട് നീരസം വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വിവാഹ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ പ്രോബ്ലം വരാനുള്ള സാധ്യതയുണ്ട്. ജീവിതത്തിൽ കൂടുതൽ പ്രതീക്ഷ, അതാണ് ഇവരുടെ ഒരു വലിയ പ്രശ്നം. ഇവർ ചിലപ്പോൾ ഈ ലവിലൊക്കെ വീഴുവാണെങ്കിൽ ഇവർ വളരെയധികം സ്നേഹിക്കും, പക്ഷെ ചതിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കണം. ഒന്നുകിൽ ഇവർ ചതിക്കും അല്ലെങ്കിൽ ഇവരെ ചതിക്കും, അതിനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ ആണുങ്ങൾക്കായിരിക്കും കൂടുതൽ ഫലത്തിൽ വരിക പെണ്ണുങ്ങളെക്കാളും. പിന്നെ ഇവര് തങ്ങളുടെ ജീവിതത്തിന് അനുയോജ്യമല്ലാത്ത ബന്ധങ്ങളിൽ ചെന്ന് ചാടാനുള്ള സാധ്യതയുണ്ട്. ആണുങ്ങളാണെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ചുകൊള്ളണം. അതായത് പെട്ടെന്ന് എടുത്തിയാടി ഇങ്ങനെ വിവാഹത്തിലൊക്കെ തീരുമാനം എടുക്കുക, അങ്ങനെയൊക്കെ വീട്ടുകാർക്ക് ഇഷ്ടമില്ലാത്ത വിവാഹബന്ധങ്ങൾ അതൊന്ന് സൂക്ഷിച്ചുകൊള്ളണം. ചിലപ്പോൾ ഇപ്പം പിള്ളേരുടെ പുറകെയൊക്കെ നടക്കുന്ന ആൺകുട്ടികളില്ലേ, അവർക്ക് ഈ 12 ശുക്രനാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. പക്ഷേ സ്പിരിച്വൽ ആയിട്ടുള്ളവരും കാണും ഇതിൽ. അത് ഈ ഗ്രഹസ്ഥിതി അനുസരിച്ചാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ ഈ പഴയ ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത് പോലെ ഇങ്ങനെ വന്നാല് അവരുടെ പന്ന സ്വഭാവമായിരിക്കും, ഇങ്ങനെ പെങ്കോന്തന്മാരായിട്ട് ഇങ്ങനെ പെണ്ണുങ്ങളെ പുറകെ നടക്കുന്നവരായിരിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചാൽ ഈ ഗ്രഹത്തിന്റെ ആ ഡിഗ്നിറ്റി അനുസരിച്ച് ഇതിലെല്ലാം വ്യത്യാസം വരും. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ചാടിക്കേറി അങ്ങനൊന്നും പറയരുത്. പല ഈ ജ്യോതിഷ ഗ്രൂപ്പുകളിലൊക്കെ അങ്ങനെ പറയുന്ന കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇന്ന് സൂചിപ്പിച്ചത്. കുട്ടികൾക്ക് വേണ്ടി എത്ര വേണമെങ്കിലും ചെലവാക്കാൻ ഇവർക്കൊരു മടിയും കാണത്തില്ല. അതുപോലെ ഈ ചെറിയ അസുഖങ്ങൾ വരുമ്പോൾ ഈ മരുന്നുകളൊക്കെ തേടിപ്പോവുക അങ്ങനെയൊക്കെ കണ്ടിട്ടില്ലേ, അതും ഈ 12 ശുക്രനുള്ളവരിൽ കൂടുതലായി കണ്ടിട്ടുണ്ട്. നല്ല ആഹാരത്തിന് വളരെയധികം പൈസ ചിലവാക്കുന്നവർ ആണിവര്. പലതരത്തിലും പിശുക്കുണ്ടെങ്കിൽ പോലും ആഹാര കാര്യത്തിൽ ഇവർ അത് ശ്രദ്ധിക്കാറേ ഇല്ല. വളരെയധികം പൈസ ചിലവാക്കും. അതുപോലെ ഈ ടൂറ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് പൈസ ചിലവാക്കാൻ ഇവർക്ക് ഒരു മടിയും കാണത്തില്ല. ഒരു വശത്തൂടെ സമ്പാദിക്കും, ഒരു വശത്തൂടെ പോകുന്ന നേരത്തെ പറഞ്ഞല്ലോ. അതുപോലെ ശുക്രനെ കർക്കിടകത്തിലും വൃശ്ചികത്തിലും മീനത്തിലും ഒക്കെ ആണെങ്കിൽ ഇവർക്ക് ബിസിനസ് പരമായിട്ടൊക്കെ വളരെയധികം സക്സസ് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷെ എന്നും പറഞ്ഞ് എടുത്തിയാൽ ബിസിനസ് ചെയ്തിട്ട് കുഴപ്പത്തിൽ ചാടരുത്. നല്ലതുപോലെ ജാതകം നോക്കിയിട്ടേ നമ്മൾ ബിസിനസ്സിൽ ഇറങ്ങാവൂ. വേറെ ഗ്രഹസ്ഥിതികളാണ് ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട്. അതുകൊണ്ട് പിന്നെ നല്ല സ്കിൻ എക്സ്പേർട്ടൊക്കെ ഇല്ലേ, അങ്ങനെയുള്ളവരാകാനുള്ള സാധ്യതയുണ്ട്. ഡോക്ടർമാര്, പിന്നെ നല്ല സർജന്മാര്, നല്ല ഡെന്റിസ്റ്റുകൾ ഒക്കെ ആകാനുള്ള സാധ്യതയുണ്ട് ഈ രാശികളിൽ ശുക്രൻ നിന്നാൽ. സാധ്യതയെന്നാണ് പറഞ്ഞാവുന്നതല്ല.
പലപ്പോഴും ഈ 12-ലെ ശുക്രൻ അപകടങ്ങളിൽ നിന്നും ദൗർഭാഗ്യത്തിൽ നിന്നും രക്ഷിക്കുന്ന ഒരു ഗ്രഹമായിട്ട് പ്രവർത്തിക്കാറുണ്ട്. പിന്നെ ഇവർക്ക് ജലസംബന്ധിയുമായിട്ടുള്ള വിനോദങ്ങളിൽ വളരെയധികം താല്പര്യം കാണും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട, ഇതേ 12-ൽ ശുക്രൻ നിൽക്കുന്നവർക്ക് ജലഭയവും വരാം. അത് വേറെ ഗ്രഹങ്ങളുടെ ഇൻഫ്ലുവൻസ് അനുസരിച്ച് വ്യത്യാസം വരുമേ. അതുപോലെ ചെറിയ ചെറിയ ഓപ്പറേഷൻസ് ഒക്കെ ചെറുപ്രായത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. എല്ല് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ എന്തെങ്കിലും നിയമപരമായ തടസ്സങ്ങളൊക്കെ വരികയാണെങ്കിൽ 12-ലെ ശുക്രൻ അതിൽ നിന്നെല്ലാം രക്ഷിക്കുകയും ചെയ്യും. പക്ഷേ ഈ ശുക്രൻ നല്ല സ്ഥിതിയിലല്ലെങ്കിൽ ജയിലിൽ പോകാനുള്ള സാധ്യതയുമുണ്ട്. അത് നമ്മൾ കണക്കിലാക്കണം. എങ്കിലും കൂടുതലും 12-ൽ ശുക്രൻ നിൽക്കുന്നവർക്ക് ജയിൽ സംബന്ധമായിട്ടൊക്കെയുള്ള കാര്യങ്ങളിൽ നിന്നും ഒരു മോചനം കിട്ടുന്നതായിരിക്കും. പ്രത്യേകിച്ചും വിദേശത്തൊക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയാണെങ്കിൽ, ജന്മനാട്ടിലാണെങ്കിൽ ഇത് സംഭവിക്കാനുള്ള സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ നോക്കണം. പിന്നെ ഇവരാണെങ്കിൽ പങ്കാളിയുടെ വസ്ത്രധാരണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുന്നവരായിരിക്കും കൂടുതൽ പേരും. അല്ലാത്തവരെ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. പിന്നെ ചിലരെ വിശ്വസിക്കാൻ പറ്റാത്തവരും ഉണ്ടെങ്കിലും ഇവർ കൂടുതലും നമ്മൾക്ക് അങ്ങനെ അത്ര ദ്രോഹമൊന്നും ചെയ്യുന്നവരായിരിക്കത്തില്ല. വിവാഹത്തിലൊക്കെ താല്പര്യമുണ്ടെങ്കിലും ഇച്ചിരി താമസിച്ച് കല്യാണം കഴിക്കുന്നവരായിരിക്കും ഇവർക്ക് താല്പര്യം കൂടുതലും. അതായത് ഒരു 28-30 വയസ്സിലൊക്കെ കല്യാണം കഴിക്കാനായിരിക്കും താല്പര്യം കൂടുതലും എന്നും പറഞ്ഞ് വിവാഹം കഴിക്കണമെന്നുള്ള ആഗ്രഹം കുഞ്ഞിനെ തൊട്ടേ കാണുമേ. വിവാഹ ജീവിതത്തോടുള്ള താല്പര്യം വളരെയധികമായിരിക്കും. പിന്നാണെങ്കിൽ ഈ മൃഗങ്ങളെയൊക്കെ സ്നേഹിക്കുന്നവരായിരിക്കും കൂടുതൽ പേരും. ഈ ആണുങ്ങൾക്കാണ് ഈ സ്വഭാവങ്ങൾ കൂടുതൽ നമുക്ക് കാണാൻ കഴിയുക. പിന്നെ ഇവരുടെ ജീവിത പങ്കാളി ഇവരുടെ ജീവിതത്തിലോട്ട് സുഖ സൗകര്യങ്ങളും ഇവരുടെ ജീവിതത്തിനൊരു അടിത്തറ എന്ന് പറയത്തില്ലേ, അത് കൊണ്ടുവരുന്നവരും ഒക്കെ ആയിരിക്കും. എല്ലാ കാര്യത്തിലും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കും. ഇവര് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കും ഇവരുടെ ജീവിത പങ്കാളികൾ. യഥാർത്ഥത്തിൽ ഇവരുടെ ഭാഗ്യം വിവാഹത്തിന് ശേഷമാണ്. പണത്തിന് എല്ലാ മേഖലയിലും വളരെയധികം മുൻതൂക്കം കൊടുക്കുന്നവരായിരിക്കും കൂടുതൽ പേരും. അപ്പോൾ ഈ വിവാഹത്തിന് സക്സസ് കുറച്ചു പേർക്ക് കാണുമെങ്കിലും കൂടുതൽ പേർക്കും ഈ ഡൈവോഴ്സിനൊക്കെയുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. വിവാഹമോചിതരാകുന്നതിൽ കൂടുതൽ പേരും ഈ 12-ൽ ശുക്രൻ നിൽക്കുന്നവരാകാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ കണക്ക് കൂട്ടണം. കാരണം ശുക്രൻ എന്ന് പറയുന്നത് വിവാഹകാരകനല്ലേ. അത് 12-ൽ പോകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ചില കുഴപ്പങ്ങളും വരാം. എങ്കിലും കൂടുതൽ പേർക്കും കണ്ടുള്ള ആദ്യമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അത് അങ്ങനെ തരണം ചെയ്തു പോകുന്നവർക്ക് പിന്നീട് നല്ല വിവാഹ ജീവിതം കിട്ടുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇത് വിവാഹ ജീവിതത്തിന്റെ ആദ്യത്തെ വർഷങ്ങളില്ലേ, ആ വർഷങ്ങളിലൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പങ്കാളിയിൽ നിന്നും ഉണ്ടാകാം. അവരുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ വേറെ അവിഹിത ബന്ധങ്ങൾ അങ്ങനെയൊക്കെയുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അല്ലാത്തവരെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ മെന്റൽ ടോർച്ചർ അങ്ങനെയൊക്കെയുള്ളതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവർ പക്ഷെ അതെല്ലാം സമൂഹത്തെ പേടിച്ചതെല്ലാം തരണം ചെയ്തു പോകുന്നവരാണ് കൂടുതൽ പേരും. അത് കഴിഞ്ഞിട്ട് പിന്നെ വിവാഹത്തിലൊരു നല്ല നല്ല വിവാഹബന്ധം, അതായത് മറ്റുള്ളവരുടെ മുന്നിൽ മാതൃകാ ദമ്പതികളായിരിക്കത്തില്ലേ, അങ്ങനെ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കും. കാരണം ആരുടെ മുന്നിൽ താഴുന്നത് ഇവർക്ക് ഇഷ്ടമായിരിക്കില്ല. യഥാർത്ഥത്തിൽ ഒരു 70% കൂടുതൽ പേരുടെയും വിവാഹ ജീവിതം ഇങ്ങനെ തന്നെ ആയിരിക്കും. അതിനിപ്പോൾ ശുക്രൻ 12 നിൽക്കണമെന്നൊന്നും ഇല്ല. അത് നമ്മൾ ചിന്തിക്കണം. പിന്നെ കൂടുതൽ പേരും ഒറ്റയ്ക്ക് ജോലികൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരായിരിക്കും. ഇവർ ചെയ്യുന്ന ജോലികളിലൊന്നും മറ്റുള്ളവർ ഇടപെടുന്ന ഇവർക്ക് ഒട്ടും ഇഷ്ടമായിരിക്കുകയില്ല. പക്ഷെ ഇവർ വേണമെങ്കിൽ തിരിഞ്ഞിരുന്ന് കംപ്ലൈന്റ് പറയും, എന്നെ ആരും സഹായിക്കുന്നില്ല അങ്ങനെയൊക്കെ പറയുമെങ്കിലും യഥാർത്ഥത്തിൽ അതല്ല സംഭവം. ഇവരെ ആരും ഇവരുടെ ജോലികളിൽ ഇടപെടുന്നത് ഇവർക്ക് ഇഷ്ടമായിരിക്കത്തില്ല. അതുപോലെ ഒറ്റയ്ക്ക് ഇരിക്കാനായിരിക്കും ഇവർക്ക് താല്പര്യം കൂടുതലും. അതായത് സമൂഹ ജീവിതത്തിൽ നിന്നും അകന്നു പോകാനൊരു ടെൻഡൻസി എനിക്കറിയാവുന്ന കൂടുതൽ പേർക്കും. പക്ഷെ അവർ സോഷ്യലി വളരെ ആക്റ്റീവായിട്ടുള്ളവരാണ്. ഇങ്ങനെ 12-ൽ ശുക്രൻ നിൽക്കുന്ന ആണുങ്ങൾക്കായിരിക്കും ഈ സ്വഭാവം കൂടുതൽ കാണുക. അതായത് ആണുങ്ങൾക്കായിരിക്കും ഇങ്ങനെ ഒറ്റപ്പെട്ട് വനപ്രദേശങ്ങളിലേക്ക് ഇങ്ങനെ അലഞ്ഞു തിരിയുക, ഇങ്ങനെ ഒറ്റപ്പെട്ട് നടക്കുക, അങ്ങനെയൊക്കെയുള്ള താല്പര്യം കൂടുതൽ. പെണ്ണുങ്ങൾ കൂടുതലും മറ്റുള്ളവരുമായിട്ട് വളരെ സോഷ്യലായിട്ട് ഇടപെടുന്നവരായിട്ടാണ് കണ്ടിട്ടുള്ളത്. 12 നിൽക്കുന്ന ശുക്രൻ നല്ലതാണ് അല്ലെങ്കിൽ പോസിറ്റീവാണ്, മറ്റ് പാപ ബന്ധങ്ങളൊന്നുമില്ലെങ്കിൽ നമുക്ക് ഒരുപാട് ആശകൾ തരും.
അത് ഒരുപാട് ലക്ഷ്യങ്ങൾ തരും. ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി കഠിന പ്രയത്നം ചെയ്യുകയും ചെയ്യും. അവർക്ക് കൂടുതൽ പ്രയത്നം ചെയ്യേണ്ടി വരും, പക്ഷെ സക്സസും കിട്ടും. ഇവർ വളരെയധികം ആകർഷണ ശക്തി ഉള്ളവരായിരിക്കും. അതുപോലെയാണെങ്കിൽ ഇവർക്ക് കിട്ടുന്ന പങ്കാളി നല്ല സപ്പോർട്ട് ചെയ്യുന്നവരാണെന്ന് പറഞ്ഞല്ലോ. പിന്നെ ഇവരുടെ പങ്കാളികൾ കൂടുതൽ കാലം ആയുസോടെ ഇരിക്കുന്നവരൊക്കെ ആയിരിക്കും. അങ്ങനെ പറയുമ്പോഴും നമ്മളൊന്ന് ചിന്തിക്കേണ്ട, ഇത് ഇങ്ങനെ ഇങ്ങനെ മൗഢ്യത്തിലായ ശുക്രനാണെങ്കിൽ എപ്പോഴും പങ്കാളിക്ക് ഇങ്ങനെ അസുഖങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ പങ്കാളിയുടെ ആരോഗ്യം നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. അതായത് രണ്ട് സാധ്യതകളും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പങ്കാളിയുടെ ആരോഗ്യത്തിൽ ഒരു ശ്രദ്ധ വയ്ക്കുന്ന ആരോഗ്യകരമായ ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. എന്താണെന്ന് വെച്ചാൽ വിവാഹകാരകനാണ് ശുക്രൻ എന്ന് നമ്മൾ ഓർക്കണം. ആ ശുക്രനാണ് 12-ൽ പോയത്. അതിൻ്റെതായിട്ടുള്ള ചില കുഴപ്പങ്ങളൊക്കെ കാണും. അതുപോലെ ഈ ട്രാവൽ ഗൈഡ് അങ്ങനെയുള്ള ചാനലുകളൊക്കെ ചെയ്യുന്നവരില്ലേ, അവരുടെയൊക്കെ 12-ൽ ശുക്രൻ ഉണ്ടെങ്കിൽ അവർക്ക് അതിലൊക്കെ വളരെ സക്സസ് കിട്ടാനുള്ള സാധ്യതയും ഉണ്ട്. ഓം നമഃ ശിവായ.